Hi and welcome to the new video. In this video, I will be discussing about graphical convolution method. Graphical convolution ആണ് അത് നമുക്ക് ഓൾറെഡി കൺവല്യൂഷൻ സമ്മ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രോപ്പർട്ടീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യാം അതിനുള്ള രണ്ട് മെയിൻ മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഗ്രാഫിക്കൽ കൺവല്യൂഷനും പിന്നെ മാട്രിക്സ് കൺവല്യൂഷനാണ്. അപ്പോൾ അതിൽ ഗ്രാഫിക്കൽ കൺവല്യൂഷനാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് ഈ ഗ്രാഫിക്കൽ കൺവല്യൂഷനിലാണ് അത് ചെയ്ത് കാണുന്നത്. മാട്രിക്സ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സീക്വൻസുകൾ എക്സ് ഓഫ് എൻ എച്ച് ഓഫ് എൻ ആണെങ്കിൽ വൈ ഓഫ് എൻ ആണ് അതിൻ്റെ കൺവല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഇത് നമ്മുടെ ഇൻപുട്ട് എന്താ പറയുക ഔട്ട്പുട്ട് ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ള കേസിൽ എഴുതിയേ ഉള്ളൂ. ഇതേപോലെ തന്നെ വരണമൊന്നുമില്ല. എക്സ് വൺ എൻ എക്സ് ടു എന്നുള്ള രണ്ട് സീക്വൻസ് ആണെങ്കിൽ എക്സ് വൺ എൻ കൺവല്യൂഷൻ എക്സ് ടു എന്നുള്ള രീതിയിൽ എഴുതാം. എന്തായാലും നമ്മുടെ റെപ്രസെൻറ്റേഷൻ ആണ്, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ k equal to minus infinity to infinity x of k h of n minus k x of k h of n minus k. അതായത് x of k ഇതിനെ എന്താ ഇപ്പോൾ എൻ ഡൊമൈനിൽ എടുക്കുന്നതിന് നമ്മൾ k എന്നുള്ളൊരു ഇതിലേക്ക് മാറ്റി, മാത്രമല്ല എച്ചിനെ എൻ മൈനസ് കെ എന്നുള്ള ഷിഫ്റ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യണം, ഗ്രാഫിക്കൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഇവിടെ പറയാം. അപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ മനസ്സിലാവുക പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും. എന്നാലും സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൂസ് ആൻ ഇനീഷ്യൽ വാല്യൂ ഓഫ് എൻ. എന്നിന് ഒരു ഇനീഷ്യൽ വാല്യൂ കിട്ടണം. നമുക്ക് വൈ ഓഫ് എൻ ആണ് കിട്ടുന്നത്. അപ്പോൾ വൈ ഓഫ് എന്നിനെ നമുക്കറിയാം ഓരോ ഇതിനനുസരിച്ച് കുറേ എന്താ പറയുക എന്തായാലും കുറച്ച് നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് ഉണ്ടായിരിക്കും. അത് എത്രണ്ണം കിട്ടണം എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നമ്മൾ തീരുമാനിക്കണം. അതേപോലെ ഒരു കാര്യം കൂടി നമുക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്രത്തോളം ആൻസറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ സേ നമ്മളുടെ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും ആണല്ലോ നമ്മൾ എടുക്കുന്ന സീക്വൻസുകൾ. അപ്പോൾ അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എൻട്രീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ വണ്ണും ഇതിൻ്റെ എൻ ടു ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വൈ ഓഫ് എന്നിലത്തെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയുന്നത് എൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ വൺ പ്ലസ് എൻ ടു മൈനസ് വൺ ആണ് വരിക. അപ്പോൾ ഇത് ലീനിയർ കൺവല്യൂഷൻ എന്ന രീതിയിലൊക്കെ പറയും. ഇത് ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഇനി സ്റ്റെപ്സിലേക്ക് വരാം. ഫസ്റ്റ് ചൂസ് ആൻ ഇനീഷ്യൽ വാല്യൂ ഓഫ് എൻ. എന്നിന് ഒരു ഇനീഷ്യൽ വാല്യൂ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഓരോ വാല്യൂസ് ആയിട്ട് കാണാനാണ് പോകുന്നത്. അപ്പോൾ എന്നിന് ഒരു വാല്യൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ദ സ്റ്റാർട്ടിംഗ് ടൈം ഫോർ ഇവാലുവേറ്റിംഗ് ദ ഔട്ട്പുട്ട് സീക്വൻസ് വൈ ഓഫ് എൻ. വൈ ഓഫ് എൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എക്സ് ഓഫ് എൻ സ്റ്റാർട്ട്സ് അറ്റ് എൻ വൺ, അതായത് ക്യാപിറ്റൽ എൻ വൺ അല്ല പറയുന്നത്, സ്മോൾ ലെറ്റർ എൻ വണ്ണിലാണ് എക്സ് ഓഫ് എൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്മോൾ ലെറ്റർ എൻ വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ ടൂവിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടുക, നമ്മളുടെ വൈ ഓഫ് എൻ സീക്വൻസിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടാൻ എൻ വൺ പ്ലസ് എൻ ടു കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൺവീനിയൻറ്റ്. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും എടുക്കുക. എൻ ഈസ് ഈക്വൽ ടു എൻ വൺ പ്ലസ് എൻ ടു. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. മറ്റേത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. തിരികരുത്. ക്യാപിറ്റൽ എൻ വെച്ചിട്ട് നമ്മൾ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. എൻ വൺ പ്ലസ് എൻ ടു മൈനസ് വൺ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ രണ്ടിൻ്റെയും ആഡ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സീക്വൻസ് ഇപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സീക്വൻസ് ഒറിജിനിൽ നിന്ന് തുടങ്ങുന്നു, മറ്റേത് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് മൈനസ് ടു നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ആൻസർ എവിടെ നിന്ന് തുടങ്ങും? വൈ ഓഫ് എൻ 0 പ്ലസ് മൈനസ് ടു, അതായത് മൈനസ് ടു എന്ന് തുടങ്ങും. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ എക്സ്പ്രസ് ബോത്ത് സീക്വൻസസ് ഇൻ ടേംസ് ഓഫ് ഇൻഡെക്സ് കെ. ഈ ഇക്വേഷൻ പ്രകാരം എല്ലാം കെയിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തിലേക്ക് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് കെയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ വൈ എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ എന്താ പറയുക, നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ അല്ല അവിടുത്തെ മെയിൻ, കെ ആണ്. അപ്പോൾ കെ എന്നുള്ള ഇൻഡെക്സിലേക്ക് മാറ്റുക. നെക്സ്റ്റ് നമുക്കിവിടെ എച്ച് ഓഫ് എൻ മൈനസ് കെ കിട്ടണം. എച്ച് ഓഫ് എൻ മൈനസ് കെ കിട്ടണമെങ്കിൽ ആദ്യം എച്ച് ഓഫ് മൈനസ് കെ കിട്ടണം, എന്നിട്ട് അതിനെ എൻ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ എച്ച് ഓഫ് കെയും ആയി എക്സ് ഓഫ് കെ നമ്മുടെ കയ്യിൽ. എക്സ് ഓഫ് കെ അവിടെ നിന്നോട്ടെ. എച്ച് ഓഫ് കെയിൽ നമ്മൾ എച്ച് ഓഫ് എൻ മൈനസ് കെ ഉണ്ടാക്കാൻ പോവാണ്. സോ ഫോൾഡ് എച്ച് ഓഫ് കെ എബൌട്ട് കെ ഈക്വൽ ടു 0. കെ ഈക്വൽ ടു 0ക്ക് എബൌട്ടായിട്ട്, അതായത് വൈ ആക്സിസിന് എബൌട്ടായിട്ട് നമ്മൾ അതിനെ ഫോൾഡ് ചെയ്യാണ് ടു ഒബ്റ്റൈൻ എച്ച് ഓഫ് മൈനസ് കെ. അപ്പോൾ അതായത് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന എലമെന്റ്സ് ലെഫ്റ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന റൈറ്റിലേക്കും പോകും. ഇപ്പോൾ സിമ്പിൾ ഫോൾഡിങ് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ എച്ച് ഓഫ് മൈനസ് കെ കിട്ടി. നമുക്ക് എച്ച് ഓഫ് മൈനസ് കെ കിട്ടിയാൽ പോരാ, അതിൽ കൂടെ എന്ത് വേണം? ഒരു എന്നും കൂടി വേണം. സോ ദെൻ ഷിഫ്റ്റ് റൈറ്റ് ബൈ എൻ ഇഫ് എൻ ഈസ് പോസിറ്റീവ്. ഇപ്പോൾ ഈ എൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടു ദ റൈറ്റ് അത്ര പോയിന്റ്. ഇപ്പോൾ സേ വൈ ഓഫ് ടു ആണ് നമ്മൾ കാണുമെങ്കിൽ എച്ച് ഓഫ് ടു മൈനസ് കെ ഉണ്ടാവും. സോ രണ്ട് പോയിന്റ് നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇത് മൈനസ് കെ ആണ്, എച്ച് ഓഫ് മൈനസ് കെ ആണ്, നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള സീക്വൻസ് ആണ്. അതുകൊണ്ടാണ് പ്ലസ്
2 വന്നപ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. നോർമൽ സീക്വൻസ് ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആണ് ചെയ്യുക. ഈ കേസിൽ ഡിലേ ചെയ്യും. നേരെ നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഓർ ഷിഫ്റ്റ് ലെഫ്റ്റ് ബൈ n ഇഫ് n ഈസ് നെഗറ്റീവ് ടു ഒബ്റ്റെയിൻ h of n minus k. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ x of k ഉണ്ട്, h of n minus k ഉണ്ട്, പെർട്ടിക്കുലർ വാല്യൂ ഓഫ് n ന്. ദെൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മൾട്ടിപ്ലൈ ദ ടു സീക്വൻസസ് എക്സ് ഓഫ് കെ ആൻഡ് എച്ച് ഓഫ് എൻ മൈനസ് കെ എലമെന്റ് ബൈ എലമെന്റ് ആൻഡ് സം ദ പ്രോഡക്ട്സ് ടു ഗെറ്റ് വൈ ഓഫ് എൻ. അപ്പോൾ അതായത് ഇപ്പോൾ രണ്ട് സീക്വൻസുകൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ആ എക്സ് ഓഫ് കെ അവിടെ കോൺസ്റ്റന്റ് ഫിക്സഡ് ആണ്, എച്ച് ഓഫ് എൻ മൈനസ് കെ നമുക്കൊരു പെർട്ടിക്കുലർ കേസിൽ കിട്ടി. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ കറസ്പോണ്ടിങ് പോയിന്റുകൾ. ഇപ്പോൾ സീറോയിലത്തെ ഒറിജിനലത്തെ വാല്യൂ, മൈനസ് വണ്ണിലത്തെ വാല്യൂ, വണ്ണിലത്തെ വാല്യൂ, എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക പ്രോഡക്റ്റിൽ. അപ്പോൾ ആ കറസ്പോണ്ടിങ് വൈ ഓഫ് എൻ കിട്ടും. വൈ ഓഫ് എൻ 2 ആണ് കണ്ടെങ്കിൽ വൈ ഓഫ് 2 നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇൻക്രിമെന്റ് ദ ഇൻഡെക്സ് എൻ. ഇപ്പോൾ ഇൻക്രിമെന്റ് ചെയ്യുക. ഇപ്പോൾ വൈ ഓഫ് 2 ആണ് നമ്മളിപ്പോൾ കണ്ടതെങ്കിൽ അടുത്തത് വൈ ഓഫ് 3 ആക്കുക, n 3 ആക്കുക. ദെൻ ഷിഫ്റ്റ് ദ സീക്വൻസ് എച്ച് ഓഫ് എൻ മൈനസ് കെ ടു ദ റൈറ്റ് ബൈ 1. അപ്പോൾ ഇനി അങ്ങോട്ട് എളുപ്പമാണ്. എച്ച് ഓഫ് എൻ മൈനസ് കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. സോ എച്ച് ഓഫ് എൻ മൈനസ് കെനെ ഒരു പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, തൊട്ട് മുന്നേ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അടുത്ത വാല്യൂ ടി, അടുത്ത് കിട്ടാൻ വീണ്ടും ചെയ്യുക. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 അൺടിൽ ദ സം ഓഫ് പ്രോഡക്ട്സ് ഈസ് 0 ഫോർ ഓൾ റിമൈനിങ് വാല്യൂസ് ഓഫ് എൻ. അതായത് അവസാനം സീറോകൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സീറോകൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇത്ര എലമെന്റ്സ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താം. n1 പ്ലസ് n2 മൈനസ് 1 എലമെന്റ്സ് ആയാൽ നിർത്താം. അപ്പോൾ അതേതായാലും ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്നിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കുക, സ്മോൾ n1 പ്ലസ് സ്മോൾ n2 ചെയ്തിട്ട് എന്നിട്ട് രണ്ടിനെയും k ഇൻഡെക്സിലേക്ക് എഴുതുക, എച്ച് ഓഫ് മൈനസ് കെ വരയ്ക്കുക, അതിൽ നിന്ന് എച്ച് ഓഫ് എൻ മൈനസ് കെ വരയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, റൈറ്റിലോട്ട് ഒരു പോയിന്റ് എച്ച് ഓഫ് എൻ മൈനസ് കെനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുക. അവസാനം നമുക്ക് മൊത്തം കിട്ടുന്നവരെ. അപ്പോൾ എത്രയാണുള്ളൂ അതൊന്ന് വരച്ചിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Determine the convolution sum of two sequences given below. X of n equal to 1 4 3 2, h of n equal to 1 3 2 1. അതിൽ x of n ഇവിടെ ഒരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് അതിൻ്റെ ഒറിജിൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് -1 എന്നാണ്. ഇതൊന്നും ഇടാത്തതുകൊണ്ട് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കാം. അതായത് സ്മോൾ ലെറ്റർ n1 ഈക്വൽ ടു എന്താ, അപ്പോൾ -1 ആണ് എക്സിൻ്റെ സ്റ്റാർട്ടിങ്. അതേപോലെ സ്മോൾ ലെറ്റർ n2 ഈക്വൽ ടു എന്താ, 0 ആണ്, കാരണം ഇത് ഒറിജിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ക്യാപിറ്റൽ n1 ഉം n2 എഴുതാം. ക്യാപിറ്റൽ n1 മൊത്തം ഇതിലത്തെ എലമെന്റ്സ് 4 അല്ലേ, ക്യാപിറ്റൽ n2 മൊത്തം എലമെന്റ്സ് എത്രയാണ്, 4 തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം, സ്മോൾ n എന്താണെന്ന് എഴുതാം, സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ n1 പ്ലസ് n2, ഈ കേസിൽ എന്ത് വരും, -1 പ്ലസ് 0 ഈക്വൽ ടു -1. അപ്പോൾ y ഓഫ് -1 എന്നാണ് നമ്മുടെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടാൻ n is equal to n1 പ്ലസ് n2 -1 is equal to എത്ര വരിക, 4 പ്ലസ് 4 -1 ഈക്വൽ ടു 7. അതായത് -1 സ്റ്റാർട്ട് ചെയ്തിട്ട് മൊത്തം 7 എലമെന്റ്സ് ആയി കഴിഞ്ഞാൽ നിർത്താം. അത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിന് ശേഷമുള്ള എലമെന്റ്സ് 0 ആയിരിക്കും. ഇപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് ബേസിക്കലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പ്രകാരം ഫോളോ ചെയ്ത് പോവുക. ആദ്യം നമ്മൾ സീക്വൻസുകൾ ഏത് ഇതിലേക്ക് മാറ്റുക, കെ എന്നുള്ള ഇതിലേക്കായിട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എക്സ് ഓഫ് കെ ആണ് വരയ്ക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ആക്സിസ് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ ഒരു രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം, അത്ര ചെറുതാക്കണ്ട. ഇതാണ് എൻ്റെ വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. ചെയ്ത് ഇതിൽ നിൽക്കുന്നത് -1 എന്നാണല്ലോ പറഞ്ഞത്. സോ -1 0 1 2 3 4 5. അതേപോലെ വേണമെങ്കിൽ പുറത്തേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, -2 -3 -4 -5. ഓക്കെ, ഇപ്പോൾ എക്സ് ഓഫ് കെ ആണ് ഞാൻ ആദ്യം വരയ്ക്കാൻ. എക്സ് ഓഫ് എൻ്റെ അതേ വാല്യൂസ് ഇവിടെ എടുത്ത് വരയ്ക്കുന്നു, കെ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു മാത്രം. അപ്പോൾ ഈ ആക്സിസ് കെ ആണെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് വരയ്ക്കാം നമുക്ക്. -1 വാല്യൂ 1. ഓക്കെ, സോ -1 ഞാൻ 1 എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത്
0ൽ 4, കുറച്ച് വലുതായിട്ട് നമുക്കൊരു 4 വരയ്ക്കാം. 0ൽ വാല്യൂ 4, ഇത് 1 ആണ്, ഇത് 4 ആണ്. അടുത്തത് 1ൽ വാല്യൂ 3 കുറച്ച് നീക്കി വരയ്ക്കാം. സോ ഇതാണ് എൻ്റെ 3. ഓക്കെ, 3 ആയി. ഇനി 2ൽ വാല്യൂ 2 വരയ്ക്കുക, 2 ആയി. ഓക്കെ, ഇതാണ് എന്ത് എക്സ് ഓഫ് കെ എന്ന് പറയുന്നത്. എക്സ് ഓഫ് കെ ജസ്റ്റ് കെ എന്നുള്ള ഇതിലേക്ക് നമ്മൾ വരച്ചു. ഓക്കെ, ഇതേപോലെ അടുത്തതും വരയ്ക്കുക. ഏതാ എച്ച് ഓഫ് കെയും വരയ്ക്കണം നമുക്ക്. ഇതേപോലെ തന്നെ എക്സ് ഓഫ് കെ വരച്ച പോലെ എച്ച് ഓഫ് കെ വരയ്ക്കുക. ഞാൻ ജസ്റ്റ് ഈ ആക്സിസ് അതേപോലെ തന്നെ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ വെച്ചു. അതിൽ എന്ത് വരയ്ക്കുക, എച്ച് ഓഫ് കെ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യുക. എന്തൊക്കെയാ, ഒറിജിൻ ആണ് തുടങ്ങുന്നത്, 1 ആണ് വാല്യൂ ഒറിജിനിൽ. ഒറിജിനിൽ 1, ദെൻ അടുത്ത പോയിന്റിൽ 3 ആണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്, ദെൻ 2, ദെൻ 1. ഓക്കെ, സോ ഇത് ലെറ്റ് ദിസ് ബി 3. ഇവിടെ നമുക്ക് 2ൽ 2 അല്ലേ, നോക്കുക അവിടെ മാഗ്നിറ്റ്യൂഡ് 2, 1, 3, 2, ലാസ്റ്റത്തെ വീണ്ടും 1. ഓക്കെ, സോ ലാസ്റ്റത്തെ 3ൽ വീണ്ടും 1. ഇത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്തായി, എച്ച് ഓഫ് കെയുമായി. എക്സ് ഓഫ് കെ വരച്ചു, എച്ച് ഓഫ് കെ വരച്ചു. അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള എച്ച് ഓഫ് മൈനസ് കെ വരയ്ക്കാനാണ്. അപ്പോൾ അടുത്തത് എച്ച് ഓഫ് മൈനസ് കെ വരയ്ക്കുക. എച്ച് ഓഫ് മൈനസ് കെ നേരെ ഇതിൻ്റെ അടിയിലേക്ക്, നേരെ ലെഫ്റ്റിലുള്ള റൈറ്റിലും റൈറ്റിലുള്ള ലെഫ്റ്റിലോട്ടായി പോകുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ നേരെ അതിൻ്റെ അടിയിൽ തന്നെ ഇത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എന്താ സംഭവിക്കേണ്ടത്, നേരെ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കണം. അപ്പം ഇതൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ. ഇതവിടെ തന്നെ നിൽക്കും ഒറിജിനിൽ, അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അടുത്തത് ഇത് 1ലുള്ളത് എവിടേക്ക് പോകും, -1ലോട്ട് പോകും. അടുത്തത് 2ലുള്ളത് എവിടേക്ക് പോകും, -2ലേക്ക് പോകും. വയ്ക്കുക. അടുത്തത് 3ലുള്ളത് എവിടേക്ക് പോകും, -3ലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ എച്ച് ഓഫ് മൈനസ് കെ കിട്ടും. എച്ച് ഓഫ് മൈനസ് കെ, അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എച്ച് ഓഫ് മൈനസ് കെ നമുക്ക് കിട്ടി. ഓക്കെ, 0 to 3 നിന്നാറുന്നത് നേരെ തിരിയും, -3 to 0 എന്നുള്ള രീതിയിലായിട്ട് കിട്ടി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന എച്ച് ഓഫ് മൈനസ് കെയിൽ നിന്ന് നമ്മൾക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, n-k എന്നാണ് നമ്മളെ ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എച്ച് ഓഫ് n-k എന്നാണ് നമ്മളുടെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ n എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് -1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട് എച്ച് ഓഫ് -k ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വന്ന് നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ടൊരു പോയിന്റ്. ഇത് ഇപ്പോൾ 1+k ആണ്, 1-k ആണ് വരുന്നെങ്കിൽ റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ -1 ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് എത്ര പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം, ഒറ്റ പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. ഇത് ഞാൻ ഇതേപോലെ തന്നെ അങ്ങോട്ട് എടുക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്, എനിക്കിതിനെ എച്ച് ഓഫ് n-k ആക്കണം. എച്ച് ഓഫ് -1 - k കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം, അത്രേ ചെയ്യുന്നുള്ളൂ. എന്താവും, ഇങ്ങനെയും അല്ലേ, 0ൽ നിന്നാർന്ന് -1ലേക്ക് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് എൻ്റെ എച്ച് ഓഫ് -1 - k. പിന്നെ നേരെ മേലെ നിൽക്കുന്നത് എൻ്റെ എക്സ് ഓഫ് കെ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ദ 2 സീക്വൻസസ് എക്സ് ഓഫ് കെ ആൻഡ് എച്ച് ഓഫ് n-k element by element and sum the products to get y of n. ഫസ്റ്റത്തെ വാല്യൂ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അത്രേ വരുന്നുള്ളൂ. പിന്നെ അത് തുറന്ന് താഴേക്ക് പോവാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ സൈഡിലേക്ക് നമുക്ക് വേറെ എടുത്ത്
വരച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ ഓരോന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ അടിയിലേക്ക് വരച്ചു ജസ്റ്റ് ഒരു പോയിന്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഇതൊരു പേജിൽ ഫ്രഷ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റത്തെ നമ്മളിപ്പോൾ ഏതാണ് y ഓഫ് -1 ആണ് ഇതിന്ന് കിട്ടാൻ പോകുന്നത്. സോ y ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ സെയിം പോയിന്റിൽ നിൽക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമ്മുടെ ഇക്വേഷൻ പ്രകാരം k ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി ഇതും കൂടി എഴുതിക്കോളുക. x ഓഫ് k h ഓഫ് -1 - k എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇതാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? ഇതൊക്കെ എന്താ എല്ലാം ഈ സാധനങ്ങളൊക്കെ മൾട്ടിപ്ലൈ ആവാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണ്? 0 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആകെ ഒരെണ്ണം മാത്രമാണ് ഇവിടെ എന്ത് വരാൻ പോകുന്നുള്ളൂ? 1 × 1 മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ബാക്കി എല്ലാ പോയിന്റുകളും 0-നായിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതുന്നില്ല, ആൻസർ മാത്രം എഴുതി 1 കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എനിക്കിപ്പോൾ അടുത്ത ഒരു പോയിന്റ് ഇൻക്രിമെൻ്റ് ചെയ്യണം. -1 കൂടെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്താൽ y ഓഫ് 0. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കെടുക്കുന്ന സാധനത്തിനെ ഇനി റൈറ്റിലോട്ട് ഓരോ പോയിന്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനിത് അതേപോലെ താഴേക്ക് എടുത്ത് വരച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അത്രേ ചെയ്യാനുള്ളൂ. എന്തിനാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഇതിനെ ഒരു പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. തൊട്ട് മുന്നത്തെ അത് കിട്ടും, അത്രേ ഉള്ളൂ. അത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് h ഓഫ് -k ആണ് ഈ കേസിലാവുക. അപ്പോൾ അത് നമ്മൾ ഒരു ഓർഡറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നേരത്തെ എന്തിനായിട്ട് തന്നെ x ഓഫ് k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y ഓഫ് 0 കിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം k ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി x ഓഫ് k എന്തായി മാറിയിട്ടുണ്ട്? h ഓഫ് -k ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക, എന്താണ് വെച്ച് കഴിഞ്ഞാൽ സം ചെയ്ത് കിട്ടുന്ന ആൻസർ എഴുതുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ലൈനിൽ വരുന്നുണ്ട്. അതായത് -1ന്റെ പോയിന്റും വരുന്നുണ്ട്, 0ന്റെ പോയിന്റും വരുന്നുണ്ട്. -1ന്റെ പോയിന്റ് പ്രകാരം എന്താ? ഇവിടെ 1 3. സോ 1 × 3 പ്ലസ് അടുത്ത പോയിന്റിൽ എന്താ കിട്ടി? 0ൽ 4ഉം 1. 4 × 1 ഈക്വൽ ടു എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. അടുത്തത് നമുക്ക് വേണ്ടത് y ഓഫ് 1, ഒരു പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ y ഓഫ് 1ന്റെ ഇക്വേഷൻ എന്താ വരാൻ പോകുന്നത്? സിഗ്മ k ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി x ഓഫ് k എന്തായി? 1 വരണം, h ഓഫ് 1 - k. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വീണ്ടും റൈറ്റിലോട്ട് ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുക. അത്രയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വരയ്ക്കുക, റൈറ്റിലോട്ട് ഒരു പോയിന്റും കൂടി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആ രീതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, സോറി. ഇത് എടുത്തിട്ട് ഓക്കെ, ഷിഫ്റ്റ് ചെയ്തിട്ട് വരയ്ക്കുക. ഇവിടെ എനിക്കിങ്ങനെ വെറുതെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കണേ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ആയിട്ട് മാറും. ഇപ്പം ഇതിപ്പോൾ എന്തായി? y ഓഫ് 1 - k ആയി. ഓക്കെ, ഇനി എക്സിനായിട്ട് വീണ്ടും കറസ്പോണ്ടിങ് പോയിന്റ്സ് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. കറസ്പോണ്ടിങ് പോയിന്റ്സ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 3 വരും. -1ലും -1ലും അവിടെ ഉണ്ട്. -1ൽ അവിടെ 1, ഇവിടെ 2. സോ 1 × 2 പ്ലസ് 0ൽ 4, 0ൽ 4, ഇവിടെ 0ൽ 3. സോ 4 × 3 പ്ലസ് 1ൽ 3, 1ൽ 1, 3 × 1. ഇനി അടുത്തത് 2ൽ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ 0 ആണ്. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു എന്താ കിട്ടുക? 12 പ്ലസ് 3 15 പ്ലസ് 2 വരും 17 ആണ് നമുക്ക് ഒരു പോയിന്റ് കിട്ടുക. ഇനി അടുത്ത പോയിന്റ് ഇതേപോലെ അടുത്ത പോയിന്റിലേക്ക് വരിക. അപ്പോൾ നമുക്ക് y ഓഫ് 1 എത്തി. y ഓഫ് 2 ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി x ഓഫ് k h ഓഫ് 2 - k ഈക്വൽ ടു. അപ്പോൾ ഇതേ സാധനം വീണ്ടും നമ്മൾ ഒരു പോയിന്റും കൂടി ഷിഫ്റ്റ് ചെയ്തിട്ട് വരയ്ക്കേണ്ടി വരും. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഈ കേസിൽ വരാൻ പോകുന്നത് എന്താ? 2 - k ആണ് കിട്ടാൻ പോകുന്നത്. ഷിഫ്റ്റ് വീണ്ടും ടു ദ റൈറ്റ് ബൈ 1 പോയിന്റ്. ഇത് പിന്നെ അങ്ങോട്ട് എളുപ്പമാണ്. ഓരോ പോയിന്റ് വെച്ചിട്ട്
എന്ത് ചെയ്ത് പോയാൽ മതി, നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിപ്പോൾ എവിടേക്ക് എത്തും, 2ലേക്ക് എത്തും. ഇനി നേരെ മറ്റേ എന്തിനായിട്ട് എക്സിനായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ആൻസർ പേപ്പറിലാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഒരു ഓർഡറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മേലെ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റുകൾ വരിക. ഇപ്പോൾ -1ലും 1 തൊട്ടിട്ട് 2 വരെ ഉണ്ട്. ഇതും ഇപ്പോൾ -1 തൊട്ടിട്ട് 2 വരെ ഉണ്ട്. എല്ലാം ഓർഡറിൽ തന്നെയാണ് നിൽക്കുന്നത്. 1 × 1, 4 × 2, 3 × 3, 1, 2 × 1. അപ്പോൾ അത്രയാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു മാത്രം. സോ ഈക്വൽ ടു എന്ത് വരും, 1 × 1 പ്ലസ് 4 × 2 പ്ലസ് 3 × 3 പ്ലസ് 2 × 1 ഈക്വൽ ടു 20. ഓക്കെ, 20 ആണ് നമുക്ക് ഈ കേസിൽ കിട്ടുക. അപ്പോൾ ഇതേപോലെ അടുത്ത കേസ് വേണം പോയിന്റ് കിട്ടാൻ. y of 3 ഇക്വേഷൻ സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x of k h of 3 - k. വീണ്ടും ഇതിനെ ഒരു പോയിന്റും കൂടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുക. അത്ര തന്നെയാണ് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇനി പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ കറക്റ്റ് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുക മാത്രം. ഓക്കെ, ഇതിപ്പോൾ എവിടേക്ക് എത്തണം, 3ലേക്ക് എത്തും. അപ്പോൾ 3ലേക്ക് എത്തി. ഇപ്പോൾ അതിൻ്റെ പേര് h of 3 - k. കറസ്പോണ്ടിങ് പോയിന്റുകൾ നോക്കുക. എക്സിനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് 0, 1, 2, 3യിലാണ് നിൽക്കുന്നത്. അവിടെ 0, 1, 2 വരെ ഉള്ളൂ. 0, 1, 2 വരെ. 4, 3, 2 ആണ്. സോ 4, 3, 2നായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2, 3, 1. അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതുക. ഓക്കെ, സോ y of 3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 4 × 1. ഞാൻ 0ൻ്റെ കേസൊന്നും എഴുതുന്നില്ല. 4 × 1 പ്ലസ് 3 × 2 പ്ലസ് 2 × 3 കിട്ടും. ബാക്കിയൊക്കെ 0 ആണ്. ഈക്വൽ ടു 16 കിട്ടും. ഇതേപോലെ നമുക്ക് y of 4 ആണ് അടുത്ത് വേണ്ടത്. സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x of k h of 4 - k ഈക്വൽ ടു, അത് വീണ്ടും നമ്മൾ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് വൃത്തിക്ക് നമുക്ക് അടിയിലേക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ സുഖമായിട്ട് കാര്യം മനസ്സിലാക്കും. ഇപ്പോൾ 3യിൽ പകരം എവിടേക്ക് എത്തും, 4ലേക്ക് എത്തും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി മേലെ തന്നെ ആയിട്ട് വെച്ച് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക തന്നെ. അപ്പോൾ അത് ഈ കേസിൽ ചെയ്യുമ്പോൾ ഞാൻ വേഗം ആൻസർ എഴുതാൻ മാത്രം. നമുക്ക് ചെയ്യുമ്പോൾ വരിക 3 × 1. 2 പോയിന്റുകൾ മാത്രമേ അലൈൻമെൻറ്റിൽ വരുള്ളൂ. 3 × 1ഉം 2 × 2ഉം ഈക്വൽ ടു 7 വരും. ഓക്കെ, ഇതേപോലെ ഇനി നമുക്ക് ഒരു y of 5. നമുക്ക് മൊത്തം വേണ്ടത് എത്ര എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാ സ്റ്റാർട്ടിങ്ങിൽ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 7 എലമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 4 + 4 - 1 7. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള -1 എന്നാണ്. ഇപ്പോൾ എത്രയായി, 1, 2, 3, 4, 5, 6, 7. ഈ ഒരു എലമെന്റ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. പിന്നെ അങ്ങോട്ട് കിട്ടും, പക്ഷെ ഒക്കെ 0 ആയിരിക്കും. ഇത് വരിക സിഗ്മ k ഈക്വൽ ടു -∞ to ∞ x of k h of 5 - k വരും. അപ്പോൾ അതും ഇതേപോലെ നമ്മൾ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്തിട്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതും കൂടിയും വരച്ച് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അടിയിലേക്ക് വൃത്തിക്ക് ഇതിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് തൊട്ട് മുന്നത്തെ കേസിൽ h of 4 - k ആയിരുന്നു. ഇപ്പോഴത്തേക്ക് നമുക്ക് h of 5 - k. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് ഒന്നും ഉണ്ടാവില്ല, ആകെ ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അത് വരിക 2 × 1 ആണ് വരിക, ഈക്വൽ ടു 2 വരും. ഇനി ജസ്റ്റ് ആൻസർ എടുത്ത് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. സോ y of n ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഓർഡറിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. സോ ഓർഡറിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, 17, 20, 7, 17, 20, 7, 17, 20 അല്ല, സോറി, നമ്മൾ y of -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പോയിന്റ് അവിടെ ഉണ്ടാകും. 1, 7, 17, 20 അങ്ങനെയാണ് വരിക. 1, 7, 17, 20, ദെൻ ഇവിടെ കാണുന്നത് 16, 7, 2. ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ട സീറോസ് ആണ് കിട്ടുക. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. -1 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ ഇതാണ് നമ്മുടെ 0. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത് മാത്രം. ജസ്റ്റ് ആദ്യത്തെ ഒരു മെയിൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത് n1 സ്മോൾ n കണ്ടുപിടിച്ചു. n1ഉം n2ഉം ആഡ് ചെയ്തിട്ട്, അതേപോലെ ക്യാപിറ്റൽ N ടോട്ടൽ എത്ര വരെ പോകണം, എത്ര എണ്ണം വേണം എന്നുള്ളതും തീരുമാനിച്ചു. എന്നിട്ട്
എക്സ് ഓഫ് കെ വരച്ചു, കെ എന്നുള്ളതിലേക്ക് മാറ്റി, അതേപോലെ എച്ച് ഓഫ് കെ വരച്ചു, എച്ച് ഓഫ് മൈനസ് കെ നേരെ റിവേഴ്സ് ചെയ്ത് എച്ച് ഓഫ് മൈനസ് കെ വരച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കിയിട്ട് നമ്മൾ ഈ കേസിൽ -1 ആയതുകൊണ്ട് എച്ച് ഓഫ് -1 മൈനസ് കെ. ഇപ്പോൾ ഇപ്പോൾ -2 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ എച്ച് ഓഫ് മൈനസ് കെ കിട്ടിക്കഴിഞ്ഞാൽ 2 പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം തുടങ്ങേണ്ടി വരും, അതായത് എച്ച് ഓഫ് മൈനസ് കെനെ. ഈ കേസിൽ എച്ച് ഓഫ് -1 മൈനസ് കെ ആയതുകൊണ്ട് 1 പോയിന്റ് ലെഫ്റ്റോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അത് നേരെ തിരിച്ച് പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? 1 പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് 0 ആയിരുന്നെങ്കിൽ എന്താ? ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് തുടങ്ങാം. ഇത് വെച്ചിട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് തുടങ്ങാം, പിന്നെ റൈറ്റിലോട്ട് ഓരോ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം കിട്ടിയത് വെച്ചിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു തുടങ്ങി, 1 പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. ആ സമയത്തൊക്കെ നമ്മൾ ഇക്വേഷൻ എഴുതി പോയി ഏറ്റവും അവസാനം ഓർഡറിൽ എടുത്ത് എഴുതി. അത്രയാണ് ഇത് വരുന്നുള്ളൂ. ഓക്കെ, കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വരയ്ക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആൻസർ ചെയ്യൽ എളുപ്പം തന്നെയാണ്. ഇത് അടുത്ത മെത്തേഡ് വെച്ചിട്ട് നമുക്കിത് വെരിഫൈ ചെയ്യാൻ വേണം. ഇപ്പം നമ്മളോട് ഗ്രാഫിക്കൽ കൺവല്യൂഷൻ ആണ് ചോദിച്ചെങ്കിലും സൈഡിൽ നമുക്ക് മാട്രിക്സ് കൺവല്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം മെത്തേഡ് വളരെ എളുപ്പമാണ്. അടുത്ത മെത്തേഡ് പറയുമ്പോൾ മനസ്സിലാവും.